സ്നേഹമുള്ളവരെ, ഇന്ന് കൈത്താക്കാലം മൂന്നാം ഞായറാഴ്ചയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 38 വരെയുള്ള ഭാഗമാണ്. ഈ ഭാഗത്തെ പ്രധാന പ്രതിപാദ്യം ഇതാണ്: ഈശോ ജന്മന അന്ധനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുകയാണ്. ഈ ഭാഗം നമ്മൾ ധ്യാനിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പശ്ചാത്തലം കൂടെ എന്തെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്: യഹൂദരുടെ കൂടാര തിരുനാളാണ്. ഈ കൂടാര തിരുനാളിൻ്റെ സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. ജെറുസലേം ദേവാലയം മുഴുവൻ ദീപപ്രഭയാൽ നിറഞ്ഞു നിൽക്കും. അങ്ങനെ വലിയ ദീപപ്രഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ഈശോ അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട്, ജെറുസലേം ദേവാലയത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയാണ്: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ഈ അത്ഭുതം നടക്കുന്നത് ഒരു സാബത്ത് ദിവസത്തു കൂടെയാണ്. അപ്പോൾ ഈശോ ഇത് പറഞ്ഞതിന് ശേഷമാണ് ജന്മന അന്ധനായ, അന്ധകാരത്തിൽ ഒരുപക്ഷെ നടന്നിരുന്ന ഒരു മനുഷ്യനെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ അത്ഭുതത്തിന് മറ്റൊരു പ്രത്യേകത ഉള്ളത്: ഈ അന്ധനായ മനുഷ്യൻ എന്നെ സുഖപ്പെടുത്തണം എന്ന് യാചിക്കുന്നില്ല. നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലും കാണുന്നത് അന്ധന്മാർ ഞങ്ങൾക്ക് കാഴ്ച തരണമേ, എനിക്ക് കാഴ്ച തരണം, ജെറീക്കോയിലെ അന്ധനൊക്കെ എനിക്ക് കാഴ്ച തരണമേ എന്ന് പറഞ്ഞ് വിലപിക്കുന്നതാണ്. ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. രണ്ടാമത്, ചില സന്ദർഭങ്ങളിൽ ശിഷ്യന്മാരോ ജനക്കൂട്ടമോ ഇടപെടുന്നുണ്ട്. നീ ഇവരുടെ കാര്യത്തിൽ ഇടപെടുക, ഇവള് പുറകെ നടന്ന് നമ്മളെ ശല്യപ്പെടുത്തുന്നു, നിലവിളിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാരോ ജനക്കൂട്ടമോ ഇടപെടുകയും അങ്ങനെ ഈശോ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. മറിച്ച് ഈ ദേവാലയ പരിസരത്തുള്ള അന്ധനെ കണ്ടിട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്: ഗുരു, ഇവൻ അന്ധനായി ജനിച്ചത് ആര് പാപം ചെയ്തിട്ടാണ്? ഇവനോ ഇവൻ്റെ മാതാപിതാക്കളോ? നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. ഇന്നും ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഒരുവൻ്റെ ദുരവസ്ഥ കണ്ടിട്ട് അവൻ്റെ മേൽ കൂടുതൽ ദുരവസ്ഥ വെച്ചു കൊടുക്കുന്നവർ, കൂടുതൽ ശാപം അവൻ്റെ മേൽ ചൊരിയുന്നവർ, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. നോക്കൂ, അവൻ്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ച് കാണും. അവൻ ജന്മനാ തന്നെ അന്ധനാണ്. അപ്പോഴാണ് അവൻ പാപം ചെയ്തിട്ടാണ് അന്ധത വന്നിരിക്കുന്നത് എന്ന രീതിയിൽ അവൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് ഇതുപോലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. നമ്മുടെ മുമ്പിലെ ചോദ്യം ഇതാണ്: നമ്മൾ ഒരു മനുഷ്യൻ്റെ ദുഃഖ ദുരിതം കണ്ടിട്ട് അവനെ കൂടുതൽ കഷ്ടപ്പെടുത്തുകയും അവനെ പഴിചാരുകയും ചെയ്യുന്നവരാണോ, അതോ അതിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് ഈശോയെപ്പോലെ നയിക്കാൻ താല്പര്യപ്പെടുകയും വെമ്പുകയും ചെയ്യുന്നവരാണോ? പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഇനി ഇതിൻ്റെ മറ്റ് ഭാഗങ്ങൾ, ഇതിന് ശേഷം ഈ അന്ധനും യഹൂദരും തമ്മിൽ, പ്രത്യേകിച്ച് ഫരിസേയരും തമ്മിൽ നടക്കുന്ന ഒരു തർക്കമുണ്ട്. പിന്നീട് അതിൻ്റെ എല്ലാം പൂർണ്ണത എന്ന നിലയ്ക്ക് ഈശോ ആത്മീയ അന്ധതയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് ഇതാണ്: ഈശോ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതിൻ്റെ രീതി ഇങ്ങനെയാണ്. അവനോട് അവൻ്റെ കണ്ണിൽ ചെളി പുരട്ടിയിട്ട് പോയി ശീലോഹ കുളത്തിൽ കഴുകുക, അയക്കപ്പെട്ടവൻ എന്നർത്ഥം എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മുടെ ഭാഗം കൂടെ നമ്മൾ നൽകുമ്പോഴാണ്. അപ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. എൻ്റെ കഴിവിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടാകുന്നത്. ഈശോ എല്ലാ അത്ഭുതങ്ങളും പ്രവർത്തിച്ചത് അങ്ങനെയാണല്ലോ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചതിന് ശേഷമാണ്, അത് വാങ്ങിയതിന് ശേഷമാണ് 5,000 പേർക്കായിട്ട് പതുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രയത്നങ്ങളുടെ മുകളിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മറക്കരുത്. ഈശോ ആ വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നിർഭാഗ്യവശാൽ ചില സ്ഥലങ്ങളിലെങ്കിലും, ധ്യാന അവസരങ്ങളിലെങ്കിലുമൊക്കെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ സാക്ഷ്യം നൽകുന്നത് നമ്മൾ കാണുന്നില്ലേ? ഞങ്ങളൊന്നും ചെയ്തില്ല, ഇവിടെ നിന്ന് തന്ന വെള്ളം ഞങ്ങൾ കുടിച്ചു, അപ്പോൾ പരീക്ഷ പാസ്സായി. നോക്കുക, എത്ര വിരുദ്ധമായ സാക്ഷ്യമാണ് നൽകുന്നത്. അവിടെ നിന്നുകൊണ്ട് അത്തരം സാക്ഷ്യങ്ങളെ
പ്രോത്സാഹിപ്പിക്കുമ്പോൾ സുവിശേഷത്തിന് ഘടകവിരുദ്ധമാണ് അതെന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രയത്നം, അതിൻ്റെ മേലാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കും. അങ്ങനെ ഞാൻ പഠിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ പ്രയത്നത്തെ ദൈവം കണ്ടു, എനിക്ക് റാങ്ക് തന്നു എന്ന് പറയുന്ന ഒരു റാങ്ക് ജേതാവിനെ നമ്മൾ കണ്ടില്ലേ? അപ്പോൾ ആ തരത്തിൽ അതാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടതും ഇതല്ലേ? ഈ സുവിശേഷ പാഠമല്ലേ? മറ്റുള്ളതൊക്കെ സുവിശേഷത്തെ അപകടത്തിലാക്കുകയും നമ്മുടെ ആത്മീയതയെ തന്നെ അപകടത്തിലാക്കുകയും വിശ്വാസത്തെ അപഹസിക്കുന്നതിനിടയാക്കുകയും ചെയ്യുകയല്ലേ എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതല്ലേ? നമുക്ക് കൂടുതലായി ഈ സുവിശേഷ ഭാഗത്തിലേക്ക് വന്നാൽ, അവിടെ ഇവൻ സുഖം പ്രാപിച്ചിട്ട് വരുന്ന സമയത്ത് യഹൂദർ അവനെ ചോദ്യം ചെയ്യുകയാണ്. ഇത്തരം തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ ഇന്നും നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്തിനാണ്? യഹൂദരുടെ പക്ഷം നിന്നിട്ട് ഈശോയ്ക്കെതിരെ സാക്ഷ്യം പറയാൻ അവനെ പ്രേരിപ്പിക്കുകയാണ്. ആരാണ് നിന്നെ സുഖപ്പെടുത്തിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നു, യേശു എന്ന് പേരുള്ള ഒരാൾ എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു, പാപിയായ ഒരു മനുഷ്യന് നിന്നെ എങ്ങനെ സുഖപ്പെടുത്താൻ പറ്റും? എന്നിട്ട് അവൻ്റെ മാതാപിതാക്കളെ ഇവർ വിളിച്ചു വരുത്തുകയാണ്. ആരാണ് ഇവനെ സുഖപ്പെടുത്തിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, അവന് പ്രായപൂർത്തിയായല്ലോ, അവനോട് തന്നെ ചോദിക്കൂ. യോഹന്നാനിലെ എഴുതി വെക്കുന്നത് അവരങ്ങനെ പറഞ്ഞത് അവരെ സിനഗോഗിൽ നിന്ന് ഇവർ പുറത്താക്കിയാലോ എന്ന് ഭയന്നിട്ടാണ്. എന്നിട്ട് വീണ്ടും വന്നിട്ട് ഇവർ ഈ അന്ധനോട്, സുഖപ്പെടുത്തപ്പെട്ടവനോട് ചോദിക്കുകയാണ്, നോക്കൂ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പറയുക എന്ന് പറയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യലുകൾ നമ്മൾ ചിലത് കണ്ടല്ലോ. ആളുകളെ മാറ്റി മാറ്റി മുറിയിൽ നിർത്തിയിട്ട് ദുർഗിൽ നമ്മൾ കണ്ടില്ലേ? സിസ്റ്റേഴ്സിനെതിരെ സാക്ഷ്യം പറയാൻ വേണ്ടി ബജ്രംഗ് ദൾ പ്രവർത്തകർ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഒരു ഒരു ക്രിമിനലായിട്ടുള്ള ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ വിചാരണയും അറസ്റ്റും ജയിൽവാസവും ഒക്കെ നമ്മൾ കണ്ടില്ലേ? ആ മാതിരി മനുഷ്യരുടെ മേൽ അധീശത്വം പുലർത്തുന്ന ആളുകൾ. അപ്പോൾ ഇവന് ശക്തമായ സാക്ഷ്യം നൽകുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതെന്ന് പറയും. ഈശോ പറഞ്ഞില്ലേ, ഇവൻ അന്ധനായത് ഇതൊന്നും മൂലമല്ല. ഈശോ അത് നിരാകരിച്ചിട്ട് പറയും, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനാണ് ഇവൻ. പിന്നീട് അവൻ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. അവൻ പറയുന്നു, അവൻ ചോദിക്കുകയാണ് അവരോട്, ധൈര്യപൂർവ്വം ചോദിക്കുക, നിങ്ങൾ പറയുന്നു പാപിയായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുന്നത്? ദൈവമഹത്വം കുടികൊള്ളുന്നവനല്ലേ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവർ കലി പൂണ്ടിട്ട് ഇവനെ അവിടെ നിന്ന് തന്നെ പുറത്താക്കിയാണ്. പിന്നെ ഈശോ ഇവനെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ആ ചോദ്യം അവശേഷിക്കുന്നു, നമുക്ക് ധൈര്യപൂർവ്വം ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ പറ്റുന്നുണ്ടോ? നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ മറ്റുള്ളിടത്തുമൊക്കെ നമ്മളൊക്കെ ഒരുപാട് സെക്കുലറൈസ് ചെയ്യപ്പെട്ടു പോയില്ലേ? നമ്മൾ ശരിക്കും തിരുവചനത്തിൻ്റെ ഒരു ഭാഗമെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ആരോടെങ്കിലും പറയാൻ ശ്രമിക്കും. നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിയോട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് ബൈബിളിൻ്റെ ഒരു ഭാഗമൊക്കെ ധ്യാനിച്ചും വായിച്ചും ഒക്കെ നമുക്ക് തുടങ്ങാനായിട്ട് പറ്റുന്നുണ്ടോ? പലതും നമ്മുടെ പ്രാർത്ഥനകൾ പോലും അങ്ങനെ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു അവസരം തന്നെയാണ്. നമ്മുടെ ആളുകളെ, നമ്മുടെ ജനത്തെ തന്നെ, നമ്മുടെ സ്ഥാപനങ്ങളിലുള്ളവർ, നമ്മുടെ ജനത്തെ തന്നെ ഈ ബോധ്യങ്ങളിലേക്കൊക്കെ നയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവസാനം ഈശോ ഇവനെ കണ്ടുമുട്ടുമ്പോൾ, ഇവൻ പുറന്തള്ളപ്പെട്ട ഈ മനുഷ്യനെ ഈശോ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഈശോ യഥാർത്ഥത്തിൽ തന്നെ മുറിവേറ്റവനായ, മനുഷ്യന് വേണ്ടി പീഡാസഹനങ്ങൾ അനുഭവിക്കേണ്ട, കുരിശുമക്കണ്ട തന്നെ അവനിൽ കാണുകയാണ്. അതുകൊണ്ട് ഈശോ അവനോട് സ്നേഹപൂർവ്വം ചോദിക്കുകയാണ്. ഇവൻ ധീരമായി തനിക്ക് സാക്ഷ്യം നൽകി എന്നറിയാവുന്ന ഈശോ അവനോട് ചോദിക്കുകയാണ്, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നു? പ്രിയപ്പെട്ടവരെ, പിന്നീട് സംഭവിക്കുന്നത് അബ്രഹാത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒക്കെ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ആവിഷ്കാരമാണ്. ദൈവാവിഷ്കരണം അവിടെ നടത്തുകയാണ്. അവൻ്റെ ശക്തമായ സാക്ഷ്യത്തിന് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം അവൻ ഈശോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നു, മനുഷ്യപുത്രന് വിശ്വസിക്കേണ്ടവൻ അവൻ ആരാണ്? ഈശോ പറയുന്നു, ഞാൻ തന്നെ. ഈശോ വലിയൊരു തെയോഫനി അവിടെ നടക്കുകയാണ്. അത് കൂടാതെ
അപ്പോൾ അവൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. തൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെട്ട് നിൽക്കുന്ന ദൈവത്തെ കണ്ട അവൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അവന് പരിപൂർണ ബോധ്യമാണ്. അപ്പോൾ ഈശോ അതിലപ്പുറത്തേക്ക് കിടക്കുകയാണ്. ഈശോ യുഗാന്തത്തെക്കുറിച്ച് അവനോട് പറയാണ്. വാനമേഘങ്ങളിൽ താൻ ആഗതനാകുന്നതിനെക്കുറിച്ച് അവൻ പറയാണ്. മനുഷ്യപുത്രൻ വിധി ആളനായി വരുന്നതിനെക്കുറിച്ച് ഈശോ പറയാണ്. നോക്കൂ, വിശ്വാസത്തിൻ്റെ എല്ലാ പാഠങ്ങളും വിശ്വസിച്ച് പരിപൂർണനായിട്ട് നിൽക്കുന്ന അവൻ്റെ മുമ്പിൽ ഈശോ അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം ഈശോ ആത്മീയ അന്ധതയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അന്ധരായവർ കാണുകയും കാഴ്ചയുള്ളവർ കാണാതിരിക്കുകയും ചെയ്യുന്ന കാലം വരുന്നുവെന്ന് ഈശോ പറയാണ്. ആത്മീയ അന്ധതയാണ് ഏറ്റവും അപകടം ഉള്ളത്. എന്ന് പറഞ്ഞാൽ പ്രകാശം മുമ്പിലുള്ളപ്പോൾ പോലും അത് കാണാൻ പറ്റാത്ത മനസ്സിൻ്റെ ഇരുളടഞ്ഞ അവസ്ഥ, അതാണ് ഏറ്റവും അപകടം പിടിച്ചതെന്ന് ഈശോ പറയാണ്. കാഴ്ചയില്ലാത്തവർ കാണുന്ന കാലം. ഒരു സംഭവം ഓർക്കുന്നത്, അംഗവിഹീനരായ കുഞ്ഞുങ്ങളുടെ ഒളിമ്പിക്സ് നടക്കുകയാണ്. ഓട്ടമത്സരമാണ്. അവരൊരുമിച്ച് ഇങ്ങനെ ഓടുന്ന സമയത്ത്, ഒരുമിച്ച് ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് കാലിടറി നിലത്ത് വീണു. പിന്നെ സംഭവിക്കുന്നത്, മുമ്പിൽ ഓടിയ ആൾ മുതൽ പുറകോട്ട് തിരിയുകയാണ്. അവർ തിരിഞ്ഞു വന്നിട്ട് ഈ വീണ് കിടന്ന കുഞ്ഞിനെ കൈകൊണ്ട് ഒരുമിച്ച് പിടിച്ചിട്ട് എല്ലാവരും കൈ കോർത്ത് ഓടുകയാണ് ഫിനിഷിംഗ് ലൈനിലേക്ക്. ഇതാണ് ഈശോ പറയുന്നത്, അന്ധരായവർ കാണുകയും കാഴ്ചയുള്ളവർ കാണാതിരിക്കുകയും ചെയ്യുന്ന കാലം വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ വെളിച്ചം ആ തരത്തിൽ ഈശോ പറഞ്ഞ ഈ ഉപമയിൽ മറ്റുള്ളവരുടെ അന്ധകാരം അകറ്റാൻ, അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലെ ദുഃഖങ്ങൾ എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. കായനോട് ദൈവം ചോദിക്കുന്നത് ചോദ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, ദുഃഖം എന്താണ് ഇന്ന് മൂഡൗട്ടായിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ഒരു മനോഭാവം. മറ്റുള്ളവൻ്റെ ദുഃഖം നമ്മളെയും ദുഃഖിപ്പിക്കുന്നുണ്ടോ? അവൻ്റെ ഇരുട്ട് മാറ്റാനുള്ള ഒരു മനോഭാവം, ഒരു വെളിച്ചം നമുക്ക് കിട്ടണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. Subscribe now and press the bell icon. Never miss an update.